ഇതുപോലെ കന്യാകുമാരി ചെന്നിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയാലോ. ഇന്ത്യയിലെ ആദ്യത്തെ സീ ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. കന്യാകുമാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിവേകാനന്ദ പാറയെ ബന്ധിപ്പിക്കുന്ന ഒരു സീ ബ്രിഡ്ജാണിത്. അപ്പം നമുക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഞാൻ കോട്ടയത്ത് നിന്ന് 8 മണിക്കാണ് ട്രെയിനിൽ കയറിയത്. 70 രൂപയായിരുന്നു ടിക്കറ്റ് ചാർജ് വരുന്നത്. കൃത്യം 3 മണിയായപ്പോൾ കന്യാകുമാരി സ്റ്റേഷനിലെത്തി. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു. ഷെയർ ഓട്ടോയാണ് കിട്ടിയത്. ഓട്ടോ നമ്മൾ ഒരിക്കലും വിളിക്കരുത്. 300 രൂപയാണ് ഇവർ റേറ്റ് ചോദിക്കുന്നത്. ആകെ 3 കിലോമീറ്റർ ഉള്ളൂ. ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നു, ടിക്കറ്റ് എടുത്തു. 75 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ ഭയങ്കര ക്യൂ. പക്ഷേ മറ്റുള്ള ദിവസങ്ങളെ വെച്ച് നോക്കുമ്പോൾ വലിയ ക്യൂ ഇല്ലായിരുന്നു. അങ്ങനെ ഫൈനലി ഒരു ബോട്ട് വന്നു. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. ഇനിയൊരു 10 മിനിറ്റ് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ബോട്ട് യാത്രയാണ്. നമ്മുടെ ബോട്ട് വരികയാണ്. ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. അങ്ങനെ ബോട്ടിൻ്റെ ഉള്ളിൽ കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. ഇനി ഒരു 10 മിനിറ്റ് യാത്രയുണ്ട്. നല്ല അടിപൊളി, നല്ല കളർഫുള്ള്, നല്ല വ്യൂ, നല്ല രസമാണ് ഇതിലൂടെയുള്ള യാത്ര. ഈ കാണുന്നതാണ് വിവേകാനന്ദ പാറ. അങ്ങനെ ഫൈനലി ഇവിടെ വന്നു. ഇവിടുന്ന് നമുക്കൊരു പാസ് എടുക്കണം. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ കാണുന്നതാണ് വിവേകാനന്ദ ടെമ്പിൾ. ആ കാണുന്നതാണ് വിവേകാനന്ദ പാറ. അങ്ങോട്ട് ബന്ധിപ്പിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജാണിത്. നമുക്ക് വാഗമണ്ണിലൊക്കെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അതിൻ്റെ കയറുന്നതിന് 400 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. പക്ഷേ ഇതാണ് നമുക്ക് വെറും 75 രൂപയുടെ, അതും പിന്നെ ഒരു 35 രൂപയും. അങ്ങനെ 105 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിലും കയറാം. ഇതെല്ലാം എൻജോയ് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യത്തെ സീ ഗ്ലാസ് ബ്രിഡ്ജാണിത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് വീണ്ടും ബോട്ടിൽ കയറി. നേരത്തെ ബോട്ടൊക്കെ വരുന്നതിന് മുന്നേ, ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നതിന് മുന്നേ ബോട്ട് യാത്ര തന്നെയായിരുന്നു അങ്ങോട്ടും ഉണ്ടായിരുന്നത്. ഇതാ കണ്ടോ വിദൂര ദൃശ്യം, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു വിദൂര ദൃശ്യം. അങ്ങനെ ഫൈനലി നമ്മൾ കരയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി തിരുവനന്തപുരം പോകണം. ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് രാത്രി തിരുവനന്തപുരം പോകണം. ഇവിടെ നൈറ്റ് ആയപ്പോൾ തന്നെ നല്ല തിരക്കായി. കുറച്ച് ഇതാ വിദൂര ദൃശ്യം, നല്ല ഗ്ലാസ്സൊക്കെ ലൈറ്റൊക്കെ ഇട്ടുള്ള. രാത്രി പോകാൻ അടിപൊളിയാണ്. പക്ഷേ രാത്രി അങ്ങോട്ട് പ്രവേശനമില്ല. രാത്രി നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ നേരത്തെ വന്നപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇത് ഓപ്പൺ ആയത്. അപ്പോൾ വരുമ്പോൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്.